നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ 2025-26 വർഷഫലമാണ്. ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര വിശകലനത്തിലേക്കാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. ഇത് കേവലം ഒരു പൊതു പ്രവചനമല്ല, മറിച്ച് 2026 പ്രധാന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ആഴത്തിലുള്ള പഠനമാണ്. ഓരോ ജീവിത മേഖലകളിലെയും സാധ്യതകളെയും വെല്ലുവിളികളെയും തിരിച്ചറിയാനും അവയെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നും എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാമെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. 2026 കാർത്തിക നക്ഷത്രക്കാരുടെ വർഷഫലത്തെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന വിവരങ്ങളാണ് പറയുന്നത്. ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും നേട്ടങ്ങളും കൊണ്ടുവരുന്നൊരു വർഷമാണ്. മുൻപ് നടത്തിയ കഠിനാധ്വാനങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ സ്ഥിരമായ പുരോഗതിയും സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഭദ്രതയും പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വർഷാരംഭത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും വെല്ലുവിളികൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ക്ഷമയും ആത്മവിശ്വാസവും കൈമുതലാക്കിയാൽ ഈ പ്രതിസന്ധികളിൽ വലിയ വിജയങ്ങളിലേക്ക് വഴിമാറ്റിവിടാൻ നിങ്ങൾക്ക് കഴിയും. 2026 ഡിസംബർ 5 സംഭവിക്കുന്ന കേതു സംക്രമണം പ്രണയബന്ധങ്ങളിലും കുടുംബകാര്യങ്ങളിലും ചില അസ്വസ്ഥതകൾക്ക് കാരണമാകാം. ഈ കാലയളവിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യവുമാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശകളിലൂടെ കടന്നു പോകുന്നവർക്ക് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രവും 2026 ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും. ഒരു നക്ഷത്രത്തിൻ്റെ ഫലം വിശകലനം ചെയ്യുമ്പോൾ ആ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സാമൂഹ്യ ജീവികളാണ്. സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ഏറെ വിലമതിക്കുന്നവരുമാണ്. ഇവർ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരും ഉറച്ച നിലപാടുള്ളവരുമാണ്. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നതുവരെ ഇവർക്ക് സമാധാനം ഉണ്ടാകാത്തതുമാണ്. അതേസമയം കലയോടും സൗന്ദര്യത്തോടും ഭംഗിയുള്ള വസ്തുക്കളോടും ഇവർക്ക് പ്രത്യേകം താല്പര്യമുള്ളതും ആണ്. ഇത് ചിലപ്പോൾ അലസതയിലേക്കൊക്കെ നയിക്കാം. എന്നാൽ ജോലിയിൽ പ്രവേശിച്ചാൽ യന്ത്രം പോലെ പ്രവർത്തിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഇവർക്ക് കഴിവുമുണ്ട്. പണമിടപാടുകളിൽ ഇവർക്ക് വലിയ കഴിവാണ്. വളരെ കണിശക്കാരായ ഇവർ ദൂർത്തടിച്ച് പണം ചെലവഴിക്കുന്ന സ്വഭാവം കാണിക്കുന്നുമില്ല. മാതാവിനോട് ഇവർക്ക് പ്രത്യേക അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ളവരാണ്. പിതാവിൽ നിന്നുള്ള സ്നേഹവും ആനുകൂല്യങ്ങളും ഒക്കെ കുറവായിരിക്കും. 2026 വർഷഫലം മനസ്സിലാക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം, അതായത് 1-ാം പാദം മേടൻ രാശിയിലും അവസാന മുക്കാൽ ഭാഗം, അതായത് 2, 3, 4 പാദങ്ങൾ ഇടവൻ രാശിയിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. മേടൻ രാശിയുടെ ഭരണാധിപൻ ചൊവ്വയും ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനുമാണ്. ഇത് ഇവർക്ക് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും ജീവിത വീക്ഷണങ്ങളെയുമാണ് നൽകുന്നത്. ഈ രാശിഭേദം ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നതായി ഇവിടെ കാണുന്നു. ഈ റിപ്പോർട്ടിലെ ഓരോ മേഖലകളെക്കുറിച്ചുള്ള വിശകലനത്തിനും ഈ വ്യത്യാസം വിശദമായി പരിഗണിക്കുന്നുമുണ്ട്. 2026 വ്യാഴം പ്രധാനമായും മിഥുനൻ രാശിയിലായിരിക്കും. ഇത് മേടൻ രാശിക്കാരുടെ 2-ാം ഭാവത്തിലും ഇടവൻ രാശിക്കാരുടെ 3-ാം ഭാവത്തിലുമാണ് വരുന്നത്. ഇത് സാമ്പത്തിക കാര്യങ്ങൾക്കും ആശയവിനിമയത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ സ്ഥാനം സഹായിക്കും. ശനി 2025 മാർച്ച് 29 മുതൽ മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇടവൻ രാശിക്കാരുടെ ജാതകത്തിൽ ശനി അനുകൂലമായ സ്ഥാനത്താണ് വരുന്നത്. അതുകൊണ്ട് വലിയ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും വിജയകരമായി അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. സാധാരണ ശനിയുടെ സ്വാധീനങ്ങളെക്കുറിച്ച് പൊതുധാരണകളെ തിരുത്തുന്ന ഒരു പ്രധാന നിരീക്ഷണമാണിത്. പ്രതികൂല സാഹചര്യങ്ങൾ പോലും ഒടുവിൽ അനുകൂലമായി മാറാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. 2025 സെപ്റ്റംബർ 6 മുതൽ 2026 ഫെബ്രുവരി 4 വരെയാണ് യുറാനസ് ഇടവൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഈ മാറ്റം സാമ്പത്തിക ഭദ്രത, ജീവിത മൂല്യങ്ങൾ, വ്യക്തിപരമായ സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇത് വർഷ ആരംഭത്തിൽ ഇടവൻ രാശിക്കാർക്ക്, അതായത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, ഇവർക്ക് ചില അപ്രതീക്ഷിത വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ഈ കാലയളവിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും കാലഹരണപ്പെട്ട ശീലങ്ങൾ ഉപേക്ഷിക്കാനും സഹായിക്കുന്നതാണ്. ഇതൊരു താൽക്കാലിക പ്രതിസന്ധി അല്ല, മറിച്ചൊരു വലിയ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടിയാണ്. 2026 ഡിസംബർ 5 രാത്രി
കേതു സിംഹരാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ സംക്രമണം 5-ാം ഭാവത്തെ സ്വാധീനിക്കുന്നതിനാൽ പ്രണയം, കുട്ടികൾ, ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം എന്നിവ നിങ്ങളുടെ വിജയത്തിന് പ്രധാന കാരണമാവുകയും തൊഴിലിടങ്ങളിൽ സ്ഥിരമായ പുരോഗതിയും അനുകൂലമായ അന്തരീക്ഷവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ക്രിയാത്മകമായ കഴിവുകളും താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള അംഗീകാരവും ലഭിക്കും. ഇത് വരുമാനം വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ നേടാനും സഹായിക്കും. ചിലരുടെ കലാപരമായ കഴിവുകളും സർഗാത്മകതയും ഒരു മുഴുവൻ സമയ ബിസിനസ്സായി മാറിയേക്കാം. ഇത് പുതിയ അവസരങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കുമൊക്കെ വഴി തുറക്കുന്നതുമാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ വർഷം പൊതുവെ സ്ഥിരത നിറഞ്ഞതായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ വർഷ ആരംഭത്തിൽ ഇടവൻ രാശിയിൽ നടക്കുന്ന യുറാനസ് വക്രഗതി കാരണം സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അനിവാര്യമായ കാര്യമാണ്. ഈ കാലയളവിൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാനും സാമ്പത്തിക കാര്യങ്ങൾ അച്ചടക്കം പാലിക്കാനും ശ്രദ്ധിക്കണം. ഈ വർഷം സാമ്പത്തികമായി പ്രതിസന്ധികളെ വിജയകരമായി നേരിടാൻ സാധിക്കുന്നതാണ്. ഈ വർഷത്തെ വിജയങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. യുറാനസ് വക്രഗതി കാലഘട്ടത്തിൽ, അതായത് ഫെബ്രുവരി വരെ, നിങ്ങൾ വരുമാനത്തെയും മൂല്യങ്ങളെയും കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതനാകും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കും. തുടർന്ന് വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനങ്ങൾ ഈ പുതിയ അടിത്തറയിൽ കെട്ടിപ്പടക്കുന്ന വിജയങ്ങൾക്ക് വേഗത കൂട്ടും. അതിനാൽ വർഷത്തിൻ്റെ തുടക്കത്തിലെ വെല്ലുവിളികൾ ഒരു തിരിച്ചടിയായിരിക്കില്ല, മറിച്ച് വലിയ നേട്ടങ്ങൾക്കുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ബന്ധങ്ങളിൽ വികാരപരമായ വളർച്ചയ്ക്ക് അവസരം നൽകുന്ന ഒരു വർഷമാണെന്നാണ് കാണുന്നത്. അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും സാധ്യതയിൽ കാണുന്നു. ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും ഊഷ്മളതയും നിലനിർത്താൻ സാധിക്കും. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും സഹായിക്കും. എങ്കിലും വർഷ അവസാനത്തിൽ ചില വെല്ലുവിളികളൊക്കെ പ്രതീക്ഷിക്കണം. 2026 ഡിസംബർ 5 സംഭവിക്കുന്ന കേതു സംക്രമണം പ്രണയബന്ധങ്ങളിലും കുടുംബത്തിലും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ അല്ലെങ്കിൽ അകൽച്ച ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഈ സമയത്ത് തുറന്ന ആശയവിനിമയമാണ് ഏറ്റവും പ്രധാന മാർഗം. ക്ഷമയും നിർബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. 2026 തുടക്കത്തിൽ ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും. എന്നാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥാനങ്ങൾ കാരണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ നിഴൽ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഉദരസംബന്ധമായ പ്രശ്നങ്ങളും ശരീര സുഖക്കുറവിനും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. ഇവിടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നത് പതിവ് വ്യായാമം, സമീകൃത ആഹാരം, യോഗ, ധ്യാനം ഇവ പോലുള്ളവ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. ഈ പ്രതിരോധ മാർഗങ്ങൾ ആരോഗ്യപരമായ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു വരും. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും ശാസ്ത്രപരമായ വിഷയങ്ങളും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. യുറാനസ് വക്രഗതിയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെയും ദീർഘകാല കാഴ്ചപ്പാടിനെയും പുനർവിചിന്തനം ചെയ്യാൻ ഈ വർഷം പ്രേരിപ്പിക്കുന്നതാണ്. മുൻപ് ഉപേക്ഷിച്ച കോഴ്സുകളോ കഴിവുകളോ വീണ്ടും പരിശ്രമിക്കുന്നത് ഭാവിയിൽ വലിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനങ്ങൾ കാരണം ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രതിവിധികളുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി എന്നീ ദശാവതാരങ്ങൾ നടക്കുന്നവർക്ക് ഈ വർഷം പുതിയ പരിഹാര മാർഗങ്ങൾ ആവശ്യമായി വരും. ഈ പരിഹാര മാർഗങ്ങൾ ഗുണഫലങ്ങൾ ഇരട്ടിപ്പിക്കാനും മറ്റ് തടസ്സങ്ങളെ ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും സൂര്യൻ്റെ അതിദേവതയായ ശിവനെയും ഭജിക്കുന്നത് വളരെ അനുകൂല ഫലങ്ങൾ നൽകും. ശത്രുദോഷം അകറ്റാൻ ആദിത്യ ഹൃദയമന്ത്രം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ പെരുമാറുന്നത് കേതുവിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രാടം, ഉത്രം എന്നിവയിലും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉചിതമാണ്. കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുമ്പോൾ വ്രതത്തോടെ സൂര്യക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് നല്ലതാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി ഈ ദശകളുമായി ബന്ധപ്പെട്ട ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സന്താന ഗോപാലാർച്ചന, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് വളർച്ചയും പരിവർത്തനത്തിൻ്റെയും വർഷമാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാര വർഷമായിരിക്കും. പക്ഷേ അതിന് ശുഭാപ്തി വിശ്വാസവും കഠിനാധ്വാനവും അനിവാര്യമാണ്.
ഈ വർഷം ഒരു മിശ്രിത ഫലമാണ് നൽകുന്നത്. ഒരു വശത്ത് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ചില വെല്ലുവിളികൾ ഉണ്ടാകാം. ഈ വെല്ലുവിളിയെ ഭയപ്പെടാതെ അവയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളായി കാണുന്നത് ഈ വർഷത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഈ പ്രവചനങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും കൃത്യമായ ജന്മഗ്രഹനില, ദശാപഹാരങ്ങൾ, പങ്കാളിയുടെയും മാതാപിതാക്കളുടെയും ജാതകഫലം എന്നിവ അനുസരിച്ച് ഈ പൊതു പ്രവചനങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം.